ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ് ടിക്കാസ്. ഇന്ന് പനീർ വെച്ചിട്ടുള്ളൊരു ടിക്കയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ. കണ്ടു നോക്കാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ പനീർ ടിക്ക ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മാരിനേഡ് പ്രിപ്പയർ ചെയ്യാം. ബോളിലേക്ക് തിക്കായിട്ടുള്ള കേർഡ് ഒരു അരിപ്പയിൽ ഒരു 2 മണിക്കൂറൊക്കെ വെള്ളം വാലാൻ വെക്കുക, എന്നിട്ട് ഉപയോഗിക്കുക. 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തേക്കുന്നത്, ലെവൽ ചെയ്തെടുത്തൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഇന്ദുപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് സോൾട്ട്, 1/2 ടീസ്പൂൺ തന്നെ ക്യുമിൻ പൗഡർ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തേക്കുന്നതാണ്. ഞാനൊരു 6 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് എടുത്തേക്കുന്നത്. അതുകൂടെ ആഡ് ചെയ്യാം. നല്ല പേസ്റ്റ് ആക്കിയാൽ നല്ലത്. ഇതിപ്പം ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഇതൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. കൂടാതെ കസൂരി മേത്തി 1 ടീസ്പൂണോളം ഒന്ന് ഞെരണ്ടിയിട്ടിടുക. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. ഓയിലോ ബട്ടറോ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലൊരു പേസ്റ്റ് ആക്കി വെക്കാം. ഞാൻ ചേർത്തേക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. 2 ടീസ്പൂണോടെ ചേർത്തു. ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീരോടെ ചേർക്കാം. ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരോടെ ചേർത്തു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഈ മാരിനേഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എരിവ് വേണമെങ്കിലും പെപ്പറായിട്ടോ അല്ലെങ്കിൽ ചില്ലി പൗഡറായിട്ടോ ഒക്കെ കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാരിനേഡ് റെഡിയാണ്. ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇച്ചിരി ബാംബൂ സ്ക്യൂവേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. പനീർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് മാരിനേഡിലേക്ക് ആഡ് ചെയ്യുക. ഇച്ചിരി വലിയ പീസസ് ആയിട്ടാണ്, ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് 200 ഗ്രാം പനീറാണ്. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്യുക, പനീർ പൊടിഞ്ഞു പോകാണ്ട്. ഞാൻ സ്ക്യൂവേഴ്സിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും അണിയൻസും ടൊമാറ്റോസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രഷായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കോർക്കുമ്പോൾ ചേർത്താലും മതി. ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ക്യാപ്സിക്കം, അണിയൻസ്, കുറച്ച് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ അല്ലെങ്കിൽ റെഡ് ക്യാപ്സിക്കം ഉപയോഗിക്കാം. ടൊമാറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ നടുക്കത്തെ സീഡ്സ് കളഞ്ഞിട്ട് കട്ടിയുള്ള പോർഷൻ മാത്രം ഉപയോഗിക്കുക. പനീർ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ശേഷം നമ്മൾ വെജിറ്റബിൾസ് ജസ്റ്റ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് ബെറ്റർ. ഇതെല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത ശേഷം ഇത് മാരിനേഡ് എല്ലാം നന്നായിട്ട് പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ടുവേർഡ്സ് എൻഡ് ഇട്ടാൽ മതി, ആദ്യമേ ഇടണം എന്നില്ല. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത ശേഷം ലാസ്റ്റ് ഒരു 10 മിനിറ്റ് വെജിറ്റബിൾസ് ആഡ് ചെയ്താലും മതി. ഇത് മാറ്റി വെക്കാം. പനീർ അരമണിക്കൂറായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കായിരുന്നു.
മാരിനേഡ് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് നമുക്ക് ഇനി ഒരു സ്ക്യൂവേഴ്സിലേക്ക് കോർക്കാം. നമുക്ക് ബാംബൂ സ്ക്യൂവേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പച്ച ഈർക്കിളി വേണേലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതൊരു 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം ഇതേപോലെ കോർക്കാനായിട്ട്. രണ്ട് പീസ് വീതം കോർത്ത് പ്ലേറ്റിലേക്ക് വെക്കുക. എക്സസ് മാരിനേറ്റ് ഉണ്ടെങ്കിൽ എല്ലാത്തിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഗ്രില്ലിംഗ് പാനിലേക്ക് കുറച്ച് ഓയിൽ. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓരോന്ന് വെച്ച് ഗ്രിൽ ചെയ്തെടുക്കാം. ഓരോ സൈഡും ബ്രൗൺ ആകുമ്പോൾ ഇതേപോലെ ഈ ഒരു കളറായി കഴിയുമ്പോൾ ടേൺ ചെയ്യാം. ഈ സൈഡിലോട്ട് ഇപ്പോൾ ചൂട് കുറവായതുകൊണ്ട് അവിടെ ബ്രൗണിങ് താമസമാണ്. നടുക്കുള്ള പോർഷൻ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പം എല്ലാ സൈഡും ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. പനീർ ടിക്കാസ് എല്ലാം നമ്മൾ ഗ്രിൽ ചെയ്തെടുത്തു. നല്ല മണമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടർ നിർബന്ധമില്ല, ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരൊക്കെ ഇത് ഒമിറ്റ് ചെയ്യാം. ഇത് ഒന്നുകൂടെ ഒരു ഫ്ലേവറാണ്. ആ ചൂടോടെ തന്നെ ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാലയും കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം. നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഒരു സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നാരങ്ങ ആവശ്യത്തിന്. ചിലവർക്ക് പുളി കൂടുതൽ വേണമായിരിക്കും, അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങയും കൂടെ വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലെ നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.